നമസ്കാരം. ഹോട്ട് ടീ ആൻഡ് ടോക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഡോക്ടർ ഹാരിസ് തുറന്നു പറഞ്ഞതിലൂടെ പുറത്തു വന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല, മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിലും കുഴപ്പങ്ങൾ ഉണ്ട്. അത് മറനീക്കി വെളിയിൽ വരികയാണ്. ശസ്ത്രക്രിയകൾ മാറ്റിവെക്കുന്നു എന്ന പരാതികൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോലും എത്തി. മെഡിക്കൽ കോളേജിലേക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന HLLന് നൽകാനുള്ളത് കോടികളുടെ കുടിശ്ശിക തുകയാണ്. കാസ്പ് വഴി ചികിത്സ തേടുന്ന അതിസാധാരണക്കാരായ രോഗികൾ മെഡിക്കൽ സ്റ്റോറുകളിൽ എത്തുമ്പോൾ മരുന്നുകൾ കിട്ടുന്നുമില്ല. മരുന്നു കമ്പനികൾക്കും കൊടുക്കാനുണ്ട് കോടികൾ. ഡോക്ടർ ഹാരിസ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിവെക്കുന്നുണ്ട് വിദഗ്ധ സമിതി റിപ്പോർട്ട്. പക്ഷേ അദ്ദേഹത്തെ സംശയമുനയിൽ നിർത്തുന്ന പ്രതികരണങ്ങളാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടായത്. നമ്മൾ ചോദിക്കുന്നു, സിസ്റ്റം എററാണോ, ഹാങ് ആണോ? PB ഹർഷകുമാർ, CITU സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് PB ഹർഷകുമാർ. അദ്ദേഹം ചർച്ചയിൽ തത്സമയം ചേരുന്നുണ്ട്. കോൺഗ്രസ് പ്രതിനിധിയായി ഡോക്ടർ SS ലാലും ചേരുന്നുണ്ട്. ആദ്യം ഹർഷകുമാറിലേക്ക് പോയാൽ, ഹർഷകുമാർ, ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും 9 പേജ് വരുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് അത് ശരിവെക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്ത എന്താണ് എന്ന്. അദ്ദേഹത്തെ കുറ്റക്കാരനാക്കുന്ന വിധത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ പരാമർശം വരികയാണ്. അവിടെ ഒരു വില കൂടിയ ഉപകരണം കാണാനില്ല എന്നതടക്കം അദ്ദേഹത്തെ സംശയമുനയിൽ നിർത്തുന്ന പരാമർശങ്ങൾ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ വരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ വിദഗ്ധ സമിതി റിപ്പോർട്ട് ശരിവയ്ക്കുന്ന സാഹചര്യത്തിൽ പോലും അങ്ങനെ ഒരു പരാമർശം വന്നത് ആരോഗ്യമന്ത്രി തന്നെ ആ വാർത്തയെ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നതിൻ്റെ തെളിവല്ലേ? അത് തികച്ചും വാസ്തവവിരുദ്ധമായ ഒരു പരാമർശമാണ്. ആരോഗ്യമന്ത്രി ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അദ്ദേഹം കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. ആരോഗ്യമന്ത്രി എന്താണ് പറഞ്ഞത്? അവിടെ വലിയ വില കൂടിയ ഒരു ഉപകരണം വാങ്ങിച്ച് വെച്ചിട്ട് അത് കാണുന്നില്ല എന്ന് പറയും. അപ്പോൾ പിന്നീടത് ആശുപത്രി എനിക്ക് തോന്നുന്നു ഡോക്ടർ ഹാരിസ് ഉൾപ്പെടെയുള്ള ആശുപത്രി അധികൃതരിൽ നിന്ന് തന്നെ വെളിപ്പെട്ടത് അത് ഉപയോഗിക്കാനുള്ള പരിശീലനം ലഭിക്കാത്തതുകൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുന്നു. അതിന് ഉടനെ ആരോഗ്യമന്ത്രി അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടത് പോയതാണ്, അല്ലെങ്കിൽ അവിടെ കാണാതെ പോയി നിന്നു, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി ആരും പറഞ്ഞിട്ടില്ല. പിന്നീട് നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന വിഷയം ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും എററുണ്ട് എന്നുള്ള കാര്യത്തിലകത്ത് ആർക്കാ സംശയം? ഈ ഒരു സാമൂഹ്യ വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്ത് സ്വാഭാവികമായും അതിൻ്റെ ഭരണക്രമത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളും പോരായ്മകളും ഒക്കെ ഉയർന്നു വരിക സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായി ഉയർന്നു വരുന്നതിനെ ഒരു സർക്കാർ ജീവനക്കാരൻ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? അത് മാത്രമാണ് പലരും ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ ഡോക്ടർ ഹാരിസ് ഏതോ അപരാധം ചെയ്തു എന്നൊന്നും ആരും പറയുന്നില്ല. ഡോക്ടർ ഹാരിസിനെ ഏതാണ്ട് കുരിശിൽ തറച്ചു എന്ന തരത്തിലാണ് ആളുകളുടെ പ്രചരണം. ഒരു സർക്കാർ സർവീസിലുള്ള ആൾ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന് ഒട്ടേറെ ചട്ടങ്ങളുണ്ട്. ആ ചട്ടവിരുദ്ധമായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ അവകാശമുണ്ടോ? അത് ചൂണ്ടിക്കാണിച്ചാൽ അത് തെറ്റാവൂ. അല്ലാതെ ഈ ആരോഗ്യവകുപ്പിലെ പ്രശ്നങ്ങൾ ആ വിദഗ്ധ സമിതി കണ്ടെത്താത്ത പല കാര്യങ്ങളും അതിനെ വേറൊരു തരത്തിൽ മെമ്മോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ഉപകരണമില്ലാഞ്ഞിട്ട് ശസ്ത്രക്രിയ നടത്തിയില്ല എന്ന് പറയുന്നു. പക്ഷേ ആ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അവിടെ ശസ്ത്രക്രിയ നടന്നു എന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എങ്കിൽ പോലും അത് വളരെ കൃത്യമായി ഈ മെമ്മോയിൽ പറയുന്നുണ്ട്. ഉപകരണമില്ല എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ പിറ്റേ ദിവസം അവിടെ ശസ്ത്രക്രിയ നടത്തുകയാണ്. നമുക്കറിയാം അത് മറ്റൊരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈവശമുള്ള ഉപകരണം വെച്ച് നടത്തിയ ശസ്ത്രക്രിയയാണ്. അപ്പോൾ ആ മെമ്മോയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു, തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇവിടെ വിദഗ്ധ സമിതി റിപ്പോർട്ടിനെയും മെമ്മോയെയും രണ്ടായി തന്നെ കാണണം എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് വിദഗ്ധ സമിതി റിപ്പോർട്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിവയ്ക്കുമ്പോൾ മെമ്മോ അങ്ങനെയല്ല പറയുന്നത്. മെമ്മോ വായിച്ചു നോക്കിയാൽ ഇദ്ദേഹം എന്തോ ഗുരുതരമായ തെറ്റ് ചെയ്തു എന്ന് തോന്നിപ്പോകും. ശ്രീമതി ലക്ഷ്മി, താങ്കൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ അദ്ദേഹത്തിൻ്റെ പരാമർശം വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം ഈ ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മുഖ്യമന്ത്രി പോലും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? കേരളത്തിൻ്റെ ഇന്നത്തെ ആരോഗ്യ മേഖല ഏതാണ്ട് 2016 ആരോഗ്യ മേഖലയുടെ അതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ടു. ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണിത്.
നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും 2006 ശ്രീമതി ടീച്ചർ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായി വരുന്ന കാലം. അതിന് മുമ്പെന്തായിരുന്നു ആരോഗ്യമേഖലയുടെ സ്ഥിതി? അതിനുശേഷം ആ 5 വർഷക്കാലം 2011 വരെയുള്ള കാലത്ത് ശ്രീമതി ടീച്ചർ ആരോഗ്യമേഖലയെ എങ്ങനെയാണ് മാറ്റിമറിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വീണ്ടും 5 വർഷക്കാലം ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി, അന്ന് VS ശിവകുമാർ അടക്കമുള്ള ആരോഗ്യമന്ത്രിമാർ. എന്തായിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യമേഖല സ്ഥിതി? അതിനുശേഷം 2016 കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ആ ഗവൺമെൻറ് വന്ന് കിഫ്ബിയിലൂടെ 10,000 കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ആരോഗ്യമേഖലയിലേക്ക് കൊണ്ടുവന്നത്. ആരോഗ്യമേഖലയിൽ കെട്ടിടങ്ങളെല്ലാം നശിച്ച് നാമാവശേഷമായ കെട്ടിടങ്ങൾ, അതിനെ ആകെ മറിച്ചു. അതേപോലെ കേരളത്തിലെ ആശുപത്രികളിലെ സൗകര്യങ്ങൾ മാറ്റിക്കൊണ്ടുവന്നു. എല്ലാ ജില്ലാ ആശുപത്രികളിലും കാത്ത് അടക്കമുള്ള ഹൃദയ ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ ജില്ലയിലും ക്യാൻസർ ചികിത്സാ സംവിധാനങ്ങൾ, അതേപോലെ തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ കേരളത്തിലെ ആരോഗ്യമേഖലയ്ക്ക്. 10,000 കോടി രൂപയുടെ ഭരണാനുമതിയാണ് കിഫ്ബിയിലൂടെ കേരളത്തിലെ ആരോഗ്യമേഖലയ്ക്ക് 2016 ശേഷം വന്നത്. അപ്പോൾ ഇത് എല്ലാം പൂർണ്ണമായെന്ന് ആരോഗ്യമന്ത്രി പറയുന്നില്ല, മുഖ്യമന്ത്രി പറയുന്നില്ല, അവരെല്ലാം പറയുന്നു പോരായ്മകൾ ഇനിയും കിടക്കുകയാണ്. കാരണം ഇത് ഏതാണ്ട് കേരളമുണ്ടായ കാലത്തിന് മുമ്പ് മുതൽ തന്നെ കേരളത്തിലെ ആരോഗ്യമേഖലയിൽ ഇത് സ്ഥിതി ഇങ്ങനെ കിടക്കുകയാണ്. അതിനെ ഒന്നും പരിഷ്കരിച്ചത് നമ്മളെപ്പോഴായാലും നന്മയെന്ന് പറയണ്ടേ. കേരളത്തിൽ 2016 ഒരു ആരോഗ്യമേഖലയെ അടയാളപ്പെടുത്തുന്ന 2 ഘട്ടങ്ങളായിട്ടാണ്. 2016 മുമ്പ് ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. ആ PH സെൻ്ററുകളിൽ, പഞ്ചായത്തിൻ്റെ കീഴിലുള്ള PH സെൻ്ററുകളിൽ മരുന്നില്ല, ഡോക്ടറില്ല, ലാബില്ല. ഒരു ഡോക്ടർ രാവിലെ 11 മണിക്ക് വന്നാൽ 12 മണി 12:30 ആകുമ്പോൾ ഡോക്ടർ ഇറങ്ങിപ്പോവും. ചോദിക്കാനും പറയാനും ആളില്ല. അതൊക്കെ മാറിയില്ലേ? പിന്നെ മാറി വരുന്ന കൂട്ടത്തിൽ എല്ലാം മാറിയോ ചോദിച്ചാൽ ഇല്ല, ഇനി ഒട്ടേറെ മാറാനുണ്ട്. ആ മാറുന്നതിന് വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ്, പ്രത്യേകിച്ച് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ സംബന്ധിച്ച്. നമ്മൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ പരിശോധിച്ചാൽ എന്താണ് പ്രശ്നമെന്നാണ് തോന്നുന്നത്? ഈ ഡോക്ടർ ഹാരിസ് മാത്രമാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എങ്കിൽ പോലും ശസ്ത്രക്രിയകൾ മുടങ്ങി എന്നതടക്കമുള്ള പരാതികൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പോലും എത്തുന്ന സാഹചര്യമുണ്ട്. പല ഡിപ്പാർട്ട്മെന്റുകളിലും ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ടുണ്ട്. ആളുകൾ മരുന്നു ക്ഷാമത്താൽ വലയുന്ന സ്ഥിതിയുണ്ട്. എന്താണ് പ്രശ്നമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത് ഇത് പരിശോധിക്കുമ്പോൾ? ശ്രീമതി ലക്ഷ്മി, ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ കയറി പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഡോക്ടർ ഹാരിസ് അങ്ങനെ ഒരു അപരാധിയാണെന്ന് ആരെങ്കിലും സൂചിപ്പിച്ചോ? കേരളത്തിൽ എന്താണ് വ്യക്തമാണ് ഹർഷകുമാർ, താങ്കളുടെ വാദം വ്യക്തമാണ്. അത് വാദം മാത്രമാണ്, യാഥാർത്ഥ്യമല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കേരളത്തിലെ സിസ്റ്റം തകരാറെന്ന് 2 ആഴ്ച മുമ്പ് മന്ത്രി പറഞ്ഞു പോയതാണ്. അതിന് ശേഷം ഇപ്പോൾ പങ്കെടുക്കുന്ന അദ്ദേഹത്തിന് ഉൾപ്പെടെ സിസ്റ്റം തകരാറെന്ന് പറയാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിന് തൊട്ടു മുമ്പ് വരെയും പറഞ്ഞുകൊണ്ടിരുന്നത് കേരളം എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണെന്നാണ്. ഞാൻ 43 വർഷമായി ആരോഗ്യരംഗത്തുള്ള ആളാണ്, മെഡിക്കൽ കോളേജ് ചേർന്നത് മുതൽ. അപ്പോൾ ഞാൻ ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല പറയുന്നത്. ഇത് വേറെ ഒന്നും വേണ്ട. ഹർഷകുമാറിനോട് ചോദിക്കേണ്ട, ആരോഗ്യമൊന്നും ചോദിക്കേണ്ട. മെഡിക്കൽ കോളേജിൽ പോകുന്ന നിങ്ങൾക്ക് എനിക്ക് രാഷ്ട്രീയമുണ്ട്. പറഞ്ഞോട്ടെ ഹർഷകുമാർ, അദ്ദേഹം പറഞ്ഞോട്ടെ. പറയുന്നതല്ല അങ്ങനെ രാഷ്ട്രീയമാവുന്നത്. രാഷ്ട്രീയക്കാരന് ഈ നാട്ടിൽ എനിക്കെന്ത്, ഡോക്ടർമാർക്ക് രാഷ്ട്രീയം പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ രാഷ്ട്രീയമില്ലാത്തവർക്ക് മെഡിക്കൽ കാര്യങ്ങൾ പറഞ്ഞുകൂടെ? താങ്കൾ അവിടെ നിൽക്കുക, ഞാൻ കേൾക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവും. രാഷ്ട്രീയം ഇല്ലാതെ മാത്രം പറയരുതെന്ന് പറഞ്ഞതേ ഉള്ളൂ. രാഷ്ട്രീയം ഉണ്ട് എനിക്ക് രാഷ്ട്രീയം. ഞാൻ കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്ന ആളാണ്. തീർച്ചയായും അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട്. അദ്ദേഹത്തെ ഒരു കോൺഗ്രസ് പ്രതിനിധിയായി കൂടിയാണ് ഇവിടെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, അദ്ദേഹം പറഞ്ഞോട്ടെ. എന്റെ രാഷ്ട്രീയം പൊതുജനാരോഗ്യവുമാണ്. അത് നിങ്ങൾക്കില്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഞാൻ പറഞ്ഞത് ആരോഗ്യമന്ത്രിയും എല്ലാവരും പറയുന്നത് ഇവിടെ 100% ശരിയെന്നാണ്. അവിടെയാണ് ഈ പ്രശ്നം. നമ്മുടെ കുട്ടിക്ക് തോറ്റുകൊണ്ടിരിക്കുന്ന നമ്മൾ നാട്ടുകാരോട് മുഴുവൻ പറയുമ്പോൾ സ്കൂളിൽ ഫസ്റ്റാന്ന് പറയുന്ന അവസ്ഥയാണിത്. ബാക്കി 9 വിഷയത്തിൽ തോൽക്കുകയാണ്. കേരളം 1-ാം നമ്പർ ആയിരിക്കുന്നത് ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതലാണ് ഇന്ത്യയിലാണ്. ശിശുമരണ നിരക്കിൽ ഏറ്റവും കുറവാണ്, മാതൃമരണക്ക് ഏറ്റവും കുറവാണ്. ഇത് നല്ല കാര്യമാണ്. പക്ഷേ ഇത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാര്യമാണ്. 80കളിലെ കേരളം നമ്പർ 1 ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഈ ഗവൺമെൻറ് ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ മണ്ടത്തരങ്ങൾ പറയരുത്. 100% എല്ലാം ശരി. ഇപ്പോൾ നമ്മുടെ കുട്ടി ഒരു വിഷയം മാത്രം ജയിച്ച് ബാക്കിയെല്ലാം തോക്കുമ്പോൾ അവൻ സ്കൂൾ ഫസ്റ്റാന്ന് പറഞ്ഞാൽ അവൻ രക്ഷപ്പെടാൻ പറ്റില്ല, അവനാരും സഹായിക്കുകയില്ല. ആ കുട്ടിയും വിചാരിക്കുന്നതാണ് ശരിയെന്ന്. കേരളത്തിൽ ആരോഗ്യരംഗം അല്ലെ എവിടുത്തെ ആരോഗ്യരംഗം ഒരു പാലം കെട്ടി പ്രശ്നം തീർക്കുന്ന പോലെയല്ല. ഒരു പുഴയിൽ കടക്കാൻ വഴിയില്ലെങ്കിൽ ഒരു പാലം കെട്ടിയ ഒരു 50-75 വർഷത്തേക്ക് പിന്നെ പ്രശ്നം തീർന്നു.
ആരോഗ്യരംഗം അങ്ങനെയല്ല. താങ്കൾക്ക് എനിക്ക് അറിയാമായിരുന്നോ 5 കൊല്ലം മുമ്പ് കോവിഡിനെ പറ്റി? ആർക്കും അറിയില്ലായിരുന്നു. അത് വലിയ പ്രശ്നമായില്ലേ? നിപ്പ വന്നില്ലേ? അപ്പോൾ ആരോഗ്യരംഗം എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മന്ത്രിയോ ഒരു മന്ത്രിസഭ വിചാരിച്ചാൽ ഇതൊന്നും ഒരിക്കലും പ്രശ്നം തീർക്കാൻ പറ്റില്ല. ഇനി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെപ്പറ്റി ഇപ്പോൾ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഊന്നിയ ചികിത്സയെ പറ്റിയാണ് നിങ്ങൾ ഒരുപാട് പറയാറുള്ളത്. കേരളത്തിലെ പകുതി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത് ഒറ്റ ഗവൺമെൻറ്റാണ്, അച്യുതമേനോൻ ഗവൺമെൻറ്റാണ്. അപ്പോൾ അത് അങ്ങനത്തെ യാഥാർത്ഥ്യങ്ങളുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ കൈയടി കൊടുക്കേണ്ടപ്പെട്ട സാധാരണ ജനങ്ങൾക്കാണ്. കേരളത്തിൽ ആരോഗ്യം നമ്പർ 1 ആയിരിക്കുന്നത് ഇവിടുത്തെ സാക്ഷരത കാരണമാണ്, സ്ത്രീ സാക്ഷരത കാരണമാണ്, ഇവിടുത്തെ ശുചിത്വം കാരണമാണ്. സ്ത്രീകൾ വൃത്തിയായി കുട്ടികളെ വളർത്തുന്നതുകൊണ്ടാണ്, ശുദ്ധവെള്ളം കുടിക്കുന്നതുകൊണ്ടാണ്. ശുദ്ധവെള്ളം കിട്ടുന്നതിന് കാരണം 41 നദികൾ കേരളത്തിലേക്ക് ഒഴുകുന്നതാണ്. ഇതേതെങ്കിലും ഇടത് സർക്കാർ കൊണ്ടുവന്നതാണ് 41 നദികൾ? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം ഇവിടുത്തെ മന്ത്രിസഭയാണെങ്കിൽ പിന്നെ ഈ മന്ത്രിസഭ കൊണ്ട് ബീഹാറിൽ വെച്ചാൽ ബീഹാർ അങ്ങ് ശരിയാവുമോ? നമ്മൾ യാഥാർത്ഥ്യം കാണണം. ഒരു പശ്ചാത്തലം അറിയാതെ സംസാരിക്കാനും പാടില്ല. കേരളത്തിൽ പ്രശ്നങ്ങൾ അത് ഒരു മന്ത്രിയോ ഒരു മന്ത്രിസഭ ഉണ്ടാക്കിയാണെന്ന് പറയുന്നില്ല. എല്ലാ അടുത്ത മന്ത്രിസഭയും പ്രശ്നമായിരിക്കും. വിഷയത്തിലേക്ക് വന്നാൽ ഡോക്ടർ ലാൽ, ഈ നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിഷയത്തിലേക്ക് വന്നാൽ അവിടെ എന്താണ് പ്രശ്നമെന്നാണ്, സിസ്റ്റത്തിന് തകരാറുണ്ട് എന്ന് മന്ത്രി തന്നെ പറയുന്ന സാഹചര്യം, വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്താണ് പ്രശ്നമെന്നാണ് മനസ്സിലാകുന്നത് പരിശോധിക്കുന്നത്? യഥാർത്ഥത്തിൽ പ്രശ്നം, ഇതിന് തൊട്ട് മുമ്പിരുന്ന പ്രൊഫസറും എൻ്റെ ക്ലാസ്മേറ്റാണ്. അയാൾ എന്നെ ഡെയിലി വിളിക്കും. ഇവിടെ ഉപകരണങ്ങളില്ല. അയാൾ ലോൺ എടുത്താണ് അവിടുത്തെ യൂറോളജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രി ഡോക്ടർമാർ സ്വന്തമായിട്ട് ഉപകരണങ്ങൾ വാങ്ങുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ വാങ്ങിയില്ലെങ്കിൽ പിന്നെ രോഗിക്ക് പല സാധനങ്ങൾ രോഗിക്ക് എഴുതി കൊടുക്കും. ഇത് വെറുതെ മെഡിക്കൽ കോളേജ് രോഗികളോട് ചെന്ന് ചോദിച്ചാൽ മതി. ഈ പ്ലെയിനിൽ ഉപകരണം വരുത്തിയെന്നൊക്കെ പറയുന്നത് അതും കള്ളമാണ്. അതിനുശേഷം ഇത് തന്നെയാണ് അവസ്ഥ. ഇൻഷുറൻസുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഗവൺമെൻറ് സ്കീം എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. പക്ഷേ രോഗികൾക്ക് പൈസയ്ക്ക് പുറത്തുനിന്ന് സാധനം വാങ്ങാൻ എഴുതി കൊടുക്കുക. അവർ വാങ്ങിച്ചു കൊടുത്താണ് നടത്തുന്നത്. ആ ഡോക്ടർമാർ നന്മ കൊണ്ടാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു മന്ത്രിയുടെ ഒരു മന്ത്രിസഭയുടെ എന്നല്ല പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ 9 വർഷമായിട്ട് അവർ ഭരിക്കുകയാണ്. 9 വർഷമായിട്ട് ഭരിച്ചിട്ട് അത് മരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി കാര്യം പറയുമെന്നാണ് പറയുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പ്രശ്നമാണ്. ഉപകരണങ്ങൾക്ക് കുറവുണ്ട്. രോഗികൾ വാങ്ങിച്ചു കൊടുക്കാൻ ഡോക്ടർമാർ വാങ്ങിച്ച് ചെയ്യണം. ഇതൊന്നും മാത്രമല്ല, ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലുള്ള ആശുപത്രി, റെഫറൽ ആശുപത്രിയുടെ സംവിധാനം അവിടെ നടക്കുന്നില്ല. ഒരു ദിവസം 700 പേരാണ് കാർഡിയോളജി OPയിൽ വരുന്നത്. 1-2 ഡോക്ടർമാരാണല്ലോ. എങ്ങനെ നോക്കാൻ പറ്റും രോഗികളെ? ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ 2 ലക്ഷം രൂപയ്ക്ക് മേളിലാണെങ്കിൽ അവിടെ ആശുപത്രി തീരുമാനം എടുക്കാൻ പറ്റില്ല. അത് ഒരു സർക്കാർ ഉത്തരവുകൊണ്ട് മാറ്റിക്കൂടെ? ഒരുപാട് ഗുമസ്തന്മാരത്ത് പോയാലും ഒരു ഡോക്ടർക്ക് ഒരു ഉപകരണം വാങ്ങിക്കാൻ പറ്റുള്ളൂ. കൊച്ചു സൂപ്രണ്ടുകൾക്ക് സാമ്പത്തിക അധികാരം കൂടുതൽ നൽകണം എന്നുള്ളതാണോ? അവർക്ക് തുകകൾ കോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടോ? അങ്ങനെയൊക്കെയാണോ? അതൊക്കെയാണോ അവിടുത്തെ സാങ്കേതികമായി നിലനിൽക്കുന്ന പ്രതിസന്ധികൾ? അതൊക്കെയാണോ? കൂടുതൽ പണം അനുവദിക്കപ്പെടുന്നില്ലേ? എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങൾ കുറ്റം മാത്രം പറഞ്ഞാൽ പോരല്ലോ, അതിന്റെ ഒരു കറക്ഷൻ എന്താണ് എന്നാണ് തോന്നുന്നത് ഡോക്ടർ എസ് എസ്? കറക്ഷനാണ് ഈ പറയുന്നത്. കളക്ടറുടെ ഓഫീസ് 2 മാസം കെട്ടി തന്നെ പറയുന്നില്ലേ ഫയല്? ഒരു മെഡിക്കൽ കോളേജ്, ഒരു ആശുപത്രി, കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ്, എന്തുകൊണ്ട് അവർക്ക് സ്വതന്ത്ര ഭരണാവകാശം കൊടുത്തുകൂടാ? അന്നേരം രാഷ്ട്രീയം കളിക്കാൻ പറ്റില്ല. ഇത് രാഷ്ട്രീയ പ്രയോഗങ്ങൾക്കുള്ള വേദിയായിട്ട് അത് വെച്ചേക്കുന്നത്. ആ മെഡിക്കൽ കോളേജിന് സ്വതന്ത്രമായിട്ട് ഭരണാധികാരം കൊടുക്കണം. ഇവിടെ ശ്രീധരൻ നടക്കുന്നല്ലോ. ഇവിടെ ആരുടെയും ഒരു MLA-യുടെയും MP-യുടെയും രാഷ്ട്രീയക്കാരുടെ ശുപാർശ ഉണ്ടല്ലോ അവിടെ കാര്യങ്ങൾ നടക്കാനായിട്ട്. RCC പോലുള്ള സ്ഥാപനങ്ങളില്ലേ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, പ്രധാന മെഡിക്കൽ കോളേജിൽ സ്വതന്ത്രമായിട്ട് ഭരിക്കാൻ അവരനുവദിച്ചുകൂടെ? അവർക്ക് ഫണ്ട് കൊടുത്തൂടെ? അവർ ഫണ്ടില്ല വരുമ്പോൾ അവർ സ്വയം ഫണ്ട് കണ്ടെത്തും. RCCയും ശ്രീധരയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രാഷ്ട്രീയക്കാരുടെ ഒരു വേദിയായിട്ട് മാറ്റുകയും, പിന്നെ ഞാനൊന്നും വേണ്ട, ഒരൊറ്റ തെളിവല്ലേ, ശ്രീ അച്യുതാനന്ദൻ എവിടെയാണ് ചികിത്സിച്ചത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് പുറത്തുള്ള പ്രൈവറ്റ് ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന് കുടുംബങ്ങൾക്ക് അദ്ദേഹത്തിന് എവിടെയും ചികിത്സ നേടാം. പക്ഷേ എന്താണ് സാധാരണക്കാരന് കൊടുക്കുന്ന മെസ്സേജ്? ഇവിടെ പാവപ്പെട്ടവർ വരുമ്പോഴത്തേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, എൻ്റെ ഇപ്പോൾ തൊട്ടടുത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നവരൊക്കെ ഇരിക്കുകയാണ്. ഒരു കട്ടിൽ 2 പേരെ കിടത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, തറയിൽ കിടത്തുകയാണ്. എന്നിട്ടാണ് നമ്മൾ ഈ നമ്പർ 1 എന്ന് പറയുന്നത്. നമുക്ക് ഇതിന് പരിഹാരം കൂടെ പറഞ്ഞുതരാം. ബജറ്റിൽ 5% ഹെൽത്തിന്, അത് പ്രഖ്യാപിക്കുന്നതാണ്, ഉപയോഗിക്കുന്നത് അതിന് താഴെയാണ്. അപ്പോൾ ബജറ്റിൽ വിഹിതം കൂട്ടണം. കേരളത്തിൻ്റെ സംസ്ഥാന GDP-യുടെ 1% തൊട്ട് മേളിലാണ് ആരോഗ്യത്തിന് മാറ്റി വെച്ചേക്കുന്നത്. പണം വേണം. ആരോഗ്യമന്ത്രി കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ധനകാര്യമന്ത്രിയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആരോഗ്യത്തിൽ കൂടുതൽ പണം നൽകണം. മറ്റൊരിടത്തും പണം നൽകണ്ടെന്നല്ല. പക്ഷേ ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനായിട്ടാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യമല്ലേ. അപ്പോൾ ആരോഗ്യത്തിൽ മന്ത്രിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? ഗവൺമെൻറ് ശ്രദ്ധിക്കണം. ആരോഗ്യത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ബജറ്റിലും കൂടുതൽ തുക വകയിരുത്തണം. പിന്നെ കേന്ദ്രത്തിന് ചോദിച്ചു വാങ്ങിക്കാനുള്ള ചുണയോടുകൂടി ചോദിച്ചു വാങ്ങിക്കണം.
കേന്ദ്രം തരുന്നില്ല എന്ന് നെഞ്ചിലിച്ച് കരഞ്ഞിട്ട് കാര്യമുണ്ട്. രോഗികൾക്ക് അത് മനസ്സിലാവൂ. ഞാൻ ഡോക്ടറാണ്, ഞാൻ ആശുപത്രിയോട് ബന്ധപ്പെട്ട് സർക്കാരും പ്രൈവറ്റും ഒക്കെ ആശുപത്രിയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. മനുഷ്യരുടെ ബുദ്ധിമുട്ട് ഈ പറയുന്ന അദ്ദേഹത്തിനും അറിയാം, അദ്ദേഹത്തിന് കുടുംബാംഗങ്ങൾക്ക് പോയാലും അറിയാം. എൻ്റെ കുടുംബാംഗങ്ങൾ ബുദ്ധിമുട്ടാറുണ്ട്. എൻ്റെ കുടുംബത്തിനുള്ളത് 85 തറയിലാണ് കിടത്തി. ശരി ഡോക്ടർ ലാൽ. ഹർഷകുമാർ, ഇവിടെ ഒരു ഡോക്ടർ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞ കാര്യങ്ങളിൽ അന്വേഷണം വരുന്നു, അദ്ദേഹത്തിന് മെമ്മോ കൊടുക്കലായി, അദ്ദേഹത്തിനെതിരെ പല വിധത്തിൽ കാര്യങ്ങൾ ധ്വനിപ്പിക്കുന്ന വിധത്തിൽ. അത് എത്ര പറഞ്ഞാലും ഒട്ടും നിഷ്കളങ്കമല്ല. കാരണം ആ മെമ്മോയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് ഇവിടെ വലിയൊരു ശസ്ത്രക്രിയ ഉപകരണം കാണാതായി, അതിനെക്കുറിച്ച് വേണമെങ്കിൽ പോലീസ് അന്വേഷിക്കും എന്നൊക്കെ പറയുന്നു. ഡോക്ടർ കണ്ണു നിറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ പരാതി പറഞ്ഞ ഒരു ഘട്ടത്തിൽ ആ ഡിപ്പാർട്ട്മെന്റിനെതിരെ മാത്രമാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്, അവിടെ മാത്രമാണ് ആ പരിശോധനകൾ നടന്നത്. സത്യത്തിൽ മൊത്തത്തിൽ ഒരു പരിശോധന ആവശ്യമല്ലേ? ഇപ്പോൾ എല്ലാവരും ഇതുപോലെ കാര്യങ്ങൾ വിളിച്ചു പറയണമെന്നില്ലല്ലോ. വിളിച്ചു പറയുന്നവരുടെ ഗതി ഇതാണ്. വിസിൽ ബ്ലോവേഴ്സിനെ നിശബ്ദരാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് പരോക്ഷമായിട്ടെങ്കിലും, അത് പ്രത്യക്ഷമാണ് എന്ന് പറയില്ല, പക്ഷെ പരോക്ഷമായിട്ടെങ്കിലും നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊള്ളണം എന്നില്ല. ഈ ഒരു വെളിപ്പെടുത്തലിൻ്റെ തന്നെ പശ്ചാത്തലത്തിൽ, ഈ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലിന്റെ തന്നെ പശ്ചാത്തലത്തിൽ വലിയ പരിശോധനകൾ ആവശ്യമല്ലേ? അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആവശ്യമല്ലേ ഹർഷകുമാർ? ശ്രീമതി ലക്ഷ്മി, താങ്കൾ ഇപ്പോൾ ഒരു ചാനലിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന ആളാണ്. താങ്കൾക്ക് ആ ചാനലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ താങ്കൾ താങ്കളുടെ ന്യൂസ് ബുള്ളറ്റിനിലൂടെയാണോ വിളിച്ചു പറയുക? താങ്കൾ എന്ത് ചെയ്യും? താങ്കൾ അതിൻ്റെ മാനേജ്മെൻറ്റിനോട് പറയും. ആ സിസ്റ്റത്തിനെ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കും. സ്വാഭാവികമായിട്ടും ഡോക്ടർ ഹാരിസിൻ്റെ പരാമർശത്തെ ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല. പക്ഷേ ഹാരിസ് ഇങ്ങനെ പരസ്യമായി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഡോക്ടർ ലാല് പറഞ്ഞു കേരളം നമ്പർ വൺ എന്നൊക്കെ നമ്മൾ മേനി നടിക്കുകയാണ്. എങ്ങനെയാണ് സർ കേരളം നമ്പർ 1 ആയത്? കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആ സംസ്ഥാനങ്ങൾക്ക് ആർജിക്കാൻ കഴിയാതെ കേരളത്തിൽ ഇങ്ങനെ വന്നത് കേരളത്തിലെ ജനകീയ ഗവൺമെൻറ്റുകളുടെ ഇടപെടലാണ്. ആ ഗവൺമെന്റ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് കേരളം എല്ലാ കാര്യത്തിലും നമ്പർ 1 ആയി വരുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് കേരളം ഇല്ലായിരുന്നു. 1947 അല്ല നിങ്ങൾ ഞാൻ 1947 സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് കേരളമുണ്ടായത് 1956 ഡോക്ടർ ലാൽ അത് പഠിക്കണം. ആ 56 ശേഷമാണ് കേരളം. അതുവരെ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗവും തിരുവിതാംകൂർ കൊച്ചി ഒക്കെ ആയിട്ട് കേരളത്തിൽ ഇങ്ങനെ മാറ്റം വന്നത് കേരളത്തിലെ ആദ്യത്തെ അടിസ്ഥാന വികസനത്തിന് അടിസ്ഥാന വികസനത്തിന് ശിലപാകിയതിനു ശേഷമാണ്. ആ യാഥാർത്ഥ്യത്തെ മൂടി വെക്കാനാണ് ഡോക്ടർ ലാലിന്റെ രാഷ്ട്രീയം എപ്പോഴും ശ്രമിക്കുന്നത്. ഡോക്ടർ ലാലിന്റെ രാഷ്ട്രീയം എപ്പോഴും ശേഷം അല്ലെ ഞാൻ പറയുന്ന സമയത്ത് സാമാന്യ മര്യാദ ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ പറയാൻ പാടില്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഡോക്ടർ ലാലാണ് പറഞ്ഞത്. അദ്ദേഹം അത് അങ്ങനെ ആ രീതിയിൽ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അത് CPM-ന്റെ തന്ത്രമാണ്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് സന്തോഷമുണ്ട്. പറയുമ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഡോക്ടർ ലാൽ വിടുന്നിട്ട് പറയുന്നു അല്ല എന്ന്. അത് ഡോക്ടർ ലാലിന്റെ മാനസിക വൈകല്യം കൊണ്ടാണ്. ഡോക്ടർ ലാലിന്റെ രാഷ്ട്രീയത്തിന്റെ മാനസിക വൈകല്യമാണത്. CPM എന്ന് പറയുന്നത് അങ്ങനെ പറയേണ്ടി വരുന്നത് അവർക്ക് താങ്കൾക്കാണ്. ഇപ്പോഴത്തെ ഗവൺമെന്റിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും ഒരു മന്ത്രി, ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ച് 5 പൈസയുടെ അഴിമതി ആരോപണം കേട്ടോ? അതേസമയം ഇതിന് തൊട്ട് മുമ്പ് ലാലിന്റെ നേതാവ് ശിവകുമാർ, കേരളത്തിന്റെ ആരോഗ്യമന്ത്രി, 800 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ കോടതി കിടക്കല്ലേ? കേരളം അങ്ങനെയാണോ ഇപ്പോ കിട്ടുന്ന പൈസ? അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല എന്ന് ലാല് പറയുന്നു. സുപ്രീം കോടതി വരെ. ഹർഷകുമാർ, ഞാൻ ചോദിച്ചതിലേക്ക് വന്നാൽ ഈ യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ കാര്യം മാത്രമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വിദഗ്ധ സമിതി. അപ്പോൾ ഈ അന്വേഷണം മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കും വ്യാപിപ്പിക്കേണ്ടതല്ലേ? ആ നിലയ്ക്ക് ഒരു കറക്ഷൻ സിസ്റ്റത്തിൽ ആവശ്യമല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ മുമ്പിൽ കുറെ മാസ്ക് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് യാഥാർത്ഥ്യമില്ല. ഞാൻ ചോദിച്ചതിന് മറുപടി പറയാം. എല്ലാ കിറ്റിനും നിങ്ങൾ, ഞാൻ ചോദിച്ചതല്ല. യെസ്,
ഡോക്ടർ അതായത് ഹാരിസിന്റെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ പരാമർശങ്ങളെ കാര്യങ്ങൾ സംബന്ധിച്ച് പരിശോധിക്കപ്പെട്ടു, കേരളത്തിലെ മന്ത്രിയോ പ്രശ്നങ്ങൾ ഉണ്ടായി. മുഖ്യമന്ത്രിയോ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ശരിവയ്ക്കുന്നുണ്ട് ആ വിദഗ്ധ സമിതി റിപ്പോർട്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഈ പരിശോധന ഓഡിറ്റിംഗ് വ്യാപിപ്പിക്കേണ്ടതല്ലേ? ശ്രീമതി ലക്ഷ്മി പത്മം പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുകയാണ്. ആ ആശുപത്രിക്കകത്ത് പോരായ്മകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആ ചൂണ്ടിക്കാട്ടിയതിനെ ആരും നെഗറ്റീവായി പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞതിൻ്റെ ഭാഗമായി കേരളത്തിലെ ആരോഗ്യരംഗം നേടിയ നേട്ടത്തെ ഇകഴ്ത്തി കാണിക്കാൻ അത് സഹായിച്ചു എന്ന ഒരു പരാമർശമാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും നടത്തിയത്. അല്ലാതെ അദ്ദേഹത്തെ വ്യക്തിപരമായി പരാമർശിക്കാൻ ഒന്നും ആരും തയ്യാറായിട്ടില്ല. പിന്നെന്താണ് ഈ ശ്രീമതി ലക്ഷ്മി നേരത്തെ ചോദിച്ചു, ഹാരിസിനെതിരെ വിസിൽ ബ്ലോവേഴ്സിനെ മാത്രം ചൂണ്ടുന്നു. വിസിൽ ബ്ലോവേഴ്സ് സ്വാഭാവികമായിട്ടും ഒരു സർവീസ് ചട്ടങ്ങളില്ലേ, ആ സർവീസ് ചട്ടം ലംഘിച്ചത് അദ്ദേഹം മാത്രമാണ്. സ്വാഭാവികമായിട്ടും ആ സർവീസ് ചട്ടം ലംഘിച്ചതിന് അദ്ദേഹത്തിന് വിശദീകരണത്തിന് നോട്ടീസ് കൊടുത്തു. അല്ല, അദ്ദേഹത്തിന് നേരെ ഒരു അപരാധവും ഇവിടെ ഉണ്ടായിട്ടില്ല. അത് ചെയ്യണ്ടേ? ഇപ്പോൾ ഡോക്ടർ ശ്രീ പ്രശാന്ത് എന്ന് പറഞ്ഞൊരു IAS ഓഫീസർ, അദ്ദേഹത്തിന് പിന്നെ നടപടി ഉണ്ടായില്ലേ? സ്വാഭാവികമല്ലേ? അത് സർവീസ് ചട്ടങ്ങളുടെ ഭാഗമല്ലേ? അതിനെ നമുക്ക് എങ്ങനെ തെറ്റായി കാണാൻ പറ്റും? അതെല്ലാം കൂടെ വെച്ച് പർവ്വതീകരിച്ച് കേരളം ഉണ്ടാക്കിയ നേട്ടങ്ങളെ എല്ലാം തമസ്കരിക്കാനുള്ള ഒരു വലിയ പരിശ്രമം നടക്കുന്നുണ്ട്. ആ പരിശ്രമത്തിന് എതിരെ നമ്മളെല്ലാവരും ജാഗ്രതയോടെ നിൽക്കണം. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല, ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയിലേക്ക് ലോകത്തിലെ തന്നെ വലിയ കുത്തകകൾ കടന്നു വരികയാണ്. വലിയ തോതിൽ ലാഭം കൊയ്യാൻ അതിനെ പ്രതിരോധിക്കുന്ന ഒരു ജനകീയ ആരോഗ്യ മേഖലയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ജനകീയ ആരോഗ്യ മേഖലയെ പ്രതിരോധിച്ച് അതിനെ സംരക്ഷിച്ചു നിർത്താനുള്ള ബാധ്യത കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഡോക്ടർ SS ലാൽ, 1960 സർവീസ് ചട്ടപ്രകാരമാണ് ഡോക്ടർക്കെതിരെ മെമ്മോ കൊടുത്തിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇതൊക്കെ കാലത്തിനനുസരിച്ച് മാറണ്ടേ എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം വിവരാവകാശ നിയമം നാട്ടിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അക്കാര്യമാണ് അദ്ദേഹം പറഞ്ഞു എന്നതിന് പേരിൽ 1960 ചട്ടമാണെന്ന് ആലോചിക്കണം. ഇതൊക്കെ തന്നെ പരിഷ്കരിക്കേണ്ട കാലം കഴിഞ്ഞു എന്ന് തോന്നുന്നില്ലേ താങ്കൾക്ക്? എനിക്ക് കേൾക്കുമ്പോൾ തന്നെ പാവം തോന്നുകയാണ്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള ചട്ടമാണ്, അത് പോട്ട്. ഈ ചട്ടത്തിലെ ഈ കാര്യം മാത്രമല്ല പറയുന്നത്. എൻ്റെ സുഹൃത്ത് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ നോക്കണം, ഈ ഹാരിസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പുറകോട്ട് നോക്കണം. അതിന് ഒരാഴ്ച മുമ്പ് അദ്ദേഹം വ്യക്തമായിട്ട് രാഷ്ട്രീയം എഴുതിയിട്ടുണ്ട്. സർക്കാർ ദിവസം രാഷ്ട്രീയം പറയാമോ? അവിടെ നിലമ്പൂർ ഇലക്ഷനെ പറ്റിയിട്ട് CPM ആണ് ജയിച്ചതെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ചട്ടമല്ലേ? എന്ന് പറഞ്ഞാൽ സർക്കാരിന് പുകഴ്ത്തുകയാണെങ്കിൽ, കൈയടിക്കുകയാണെങ്കിൽ അത് വളരെ തലോടലോടെ സ്വീകരിക്കും. സർക്കാരിനെതിരെ വിമർശിക്കുകയാണെങ്കിൽ ചട്ടം വരും. എന്നാൽ ഒരാഴ്ച മുമ്പുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും കിടപ്പുണ്ട്. അത് സർക്കാർ ചട്ടലംഘനമല്ലേ? അപ്പോൾ ഇതെന്താണ്? അപ്പോൾ ഇത് ഇരട്ടത്താപ്പാണ്. എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെ ഒന്നും പറയും. ഇത് ഹാരിസിനെതിരെ മാത്രമല്ല, ഒരു ഡോക്ടറും വാതുറക്കാൻ പാടില്ല. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ ബുദ്ധിമുട്ടുകയാണ്. ഒരുപാട് ഹാരിസുമാരുണ്ട് സംസാരിക്കാൻ തയ്യാറുള്ളവർ. ഭയക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതുകൊണ്ട് തിരിച്ചടി ഉണ്ടാകുന്നുള്ള ഭയം മാത്രമാണ്. അല്ല, കേരളത്തിൽ ആരോഗ്യം നന്നാക്കാൻ താല്പര്യമൊന്നുമല്ല. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കാരണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്ക് സ്വാതന്ത്ര്യം കിട്ടി 1947 എന്നെ പഠിപ്പിക്കാൻ ശ്രമം നടത്തി. എനിക്കത് അറിയാം, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളാണ് ഞാൻ. പിന്നെ ഒരു കാര്യം, താങ്കൾ CPM ആണല്ലോ. 1947 സ്വാതന്ത്ര്യം കിട്ടിയെന്ന് താങ്കൾ പറയുന്നതിൽ ഇപ്പോൾ സന്തോഷമുണ്ട്. നിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. CPM-കാരും 1947 സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കിട്ടിയെന്ന് താങ്കളെ പോലെ താങ്കൾ ശരിയായി വായിക്കാത്ത ആളാണെന്നുള്ളത് വ്യക്തമായിപ്പോ. അതെ, വായന കുറവാണ്. ഞാൻ പാർട്ടിയെ സംബന്ധിച്ച് തെറ്റായ പ്രചരണങ്ങൾ എഴുതിയിരിക്കുന്ന ആളാണ്. ശരി, ഏതായാലും ആ സംവാദം സ്ക്രീനിൽ ഏതായാലും ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ രണ്ടുപേരും പങ്കെടുത്തതിന്. PV ഹർഷകുമാർ, ഒപ്പം ഡോക്ടർ SS ലാൽ, വളരെയധികം നന്ദി ചർച്ചയ്ക്ക് എത്തിയതിന്.